ജമ്മു കാശ്മീരിൽ വീണ്ടും ഭീകരാക്രമണമുണ്ടായി. രജൗറിയിലെ സൈനിക കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട്. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. നമ്മൾ രാവിലെ 2 സൈനികർക്ക് വീരമൃത്യു ഉണ്ടായ കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ട് വീണ്ടും ഒരു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. രജൗരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ സൈനിക താവളത്തിന് നേരെയാണ് ഈ ഭീകരർ ആക്രമണം നടത്തിയത്. സായുധരായിട്ടുള്ള സംഘമാണ് പുലർച്ചെയോടുകൂടി ആക്രമണം നടത്തിയതെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഒരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് അല്പം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി വിവരം എന്താണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ സേനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 5 പേരോളം വരുന്ന ഭീകര സംഘമാണ് ഈ മേഖലയിൽ ആക്രമണം നടത്തിയത് എന്നാണ് ഇപ്പോൾ അറിയാനായി സാധിക്കുന്നത്. ഇവരെ തിരച്ചിലിലൂടെ പിടികൂടാനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മുൻപും രജൗരിയിലെ വിവിധ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഭീകരർ ആക്രമണം നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഉള്ള രീതിയിൽ വളരെ ശക്തമായിട്ടുള്ള പ്രത്യാക്രമണമാണ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ ഭീകരർക്ക് ആർക്കെങ്കിലും ഈ നടത്തിയ പ്രത്യാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ അഥവാ അവരുടെ ഒരു അവസ്ഥ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും ലഭ്യമല്ല. ഏതായാലും ഈ സംഭവമുണ്ടായ മേഖലയിൽ നിന്ന് കൂടുതൽ ദൂരത്തേക്ക് ഭീകരർ പോയിട്ടില്ല എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആ മേഖലയിൽ ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് സൈനിക വൃത്തങ്ങൾ പറയുന്നത് ഈ ഭീകരരെ കണ്ടെത്താൻ സാധിക്കും, അത്ര ദൂരം മാത്രമേ ഇവർക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ എന്നതാണ്. ഏതായാലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. SK. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. എന്തായാലും സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. നമ്മുടെ സൈന്യം അതിൻ്റെ കരുത്തിൽ തിരിച്ചടിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. OKR മണികണ്ഠൻ, നിങ്ങൾക്കറിയുന്ന കോപ്പ അമേരിക്കയിൽ ഏതാണ്ട് തീരുമാനമായി. വീണ്ടും കപ്പ് മെസ്സിയിലൂടെ നമ്മുടെ സ്വന്തം അർജൻറ്റീനയ്ക്ക് കിട്ടും. പാവം ബ്രസീൽ കടലാസ് പുലിയായിരുന്നു. അപ്പോൾ ബ്രസീലും അർജൻറ്റീനയും തമ്മിലുള്ള ചെറിയൊരു യുദ്ധം നമ്മുടെ യൂട്യൂബിൽ പ്രേക്ഷകർ തമ്മിൽ നടത്തുന്നുണ്ട്. OKR മണികണ്ഠൻ്റെ സന്ദേശവും അതിൻ്റെ സൂചനയാണ്.